കേരള ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്ഥലമല്ല എന്നുള്ള ഒരു വെരി സ്ട്രോങ് പെർസെപ്ഷൻ എല്ലാവർക്കും ഉള്ളത്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി ഇവിടുത്തെ ബിസിനസ് സമൂഹത്തിന് തന്നെ ഈ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന സക്സസ്ഫുള്ളായിട്ട് എക്സ്ട്രീംലി സക്സസ്ഫുൾ ബിസിനസ്സസ്, ട്രേഡിംഗ് ആയാലും ടൂറിസം ആയാലും ഹെൽത്ത് കെയർ രംഗത്തായാലും മാനുഫാക്ചറിംഗ് രംഗത്തായാലും ഈ വ്യവസായ സമൂഹത്തിൻ്റെ തന്നെ ഒരു ഗുഡ് സെക്ഷൻ ബിലീവ് ദാറ്റ് ദിസ് ഇസ് ഇവിടെ അത്ര നല്ലൊരു അന്തരീക്ഷം ഇവിടെ ഇല്ല. അപ്പോൾ എനിവേ, അപ്പോൾ ആ ഒരു ആ നാരറ്റീവിനെ എടുത്തു കാണിക്കുന്ന ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് മാത്രമാണ് ഞാൻ ഈ BMW കാര്യം ഈ കഥ പറഞ്ഞത്. അല്ലാതെ അതിന് വേറെ പ്രത്യേക സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പം അന്ന് സംഭവിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന വിവരണം ഇസ് BMW ടീം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി, അന്നൊരു ഹർത്താൽ ഉണ്ടായിരുന്നു, BMW മടങ്ങി. അങ്ങനെ എല്ലാവരും ചിരിക്കും. ബിക്കോസ് എവറിബഡി നോസ് ഇൻവേർട്ടഡ് കോമേഴ്സ്. നമുക്ക് അപ്പം ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കേരള അല്ലേ, BMW വന്നു, ഹർത്താൽ, BMW മടങ്ങിപ്പോയി. But like everything else, the reality is a little more nuanced. It is not that it is different, but it is very nuanced. And our nuance എല്ലാം നമ്മൾ നഷ്ടപ്പെടുന്നു in discussions about Kerala. If everything comes down to അട്ടിമറി, നോക്കുകൂലി, ഹർത്താൽ, it is like the danger of the single narrative. ഒരാൾ say, if you know that somebody is a guy who enjoys his drink, that doesn't make him a drunkard. It makes him a person who enjoys it. I don't drink, but I'm just telling you, as a rational person. But now after that, if that guy stumbles and falls on the road, everybody will look at each other and say, Balagopal alle. I mean, so it's straight away assumed he fell because he was drunk. Or if he has an accident, there are some, you look at the figures, some thousands of accidents happening in Kerala every week. And in a few of those cases, maybe alcohol was the cause, but that has to be established. But if this particular individual, about whom this single narrative is there that he is a drinker, if he has an accident, then everybody knows why. So there's no need to think further, no need to look for the facts, no need to examine the evidence. Everybody knows. And that's the problem with this narrative about Kerala. Everybody knows. So it is, in my opinion, a pointless narrative because it tells you nothing. It doesn't improve your knowledge about a place. It has a, so it's pointless in one sense, but it's very damaging in another sense. Despite there being, say, only anecdotal evidence or very little evidence in support of it, it influences behavior. It influences നമ്മൾ എങ്ങനെ ഇങ്ങനെ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു. നമ്മൾ ഒരു മറുനാടൻ ഇൻവെസ്റ്റർ ഇങ്ങോട്ട് വന്നാൽ അയാളോട് നമ്മൾ വളരെ സോളിസിറ്റസ് ആയിട്ട് പറയും, നിങ്ങൾ വാളയാർക്ക് അപ്പുറം പോയാൽ അവിടെ പരദീസയാണ്, അവിടെ ചെന്ന് വൈ ഡോണ്ട് യു ഇൻവെസ്റ്റ് ദെയർ, സോ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് കേരള ബിസിനസ്മെൻ അഡ്വൈസ് പീപ്പിൾ യു ഗോ ടു തമിഴ്നാട്. സോ I find all that incredible and incredibly ill-informed. And അതുകൊണ്ടാണ് ഞാൻ അപ്പം ഈ സംഭവം. സോ ദി നാരറ്റീവ് ഓഫ് BMW വാസ് BMW വന്നു, ഹർത്താൽ, BMW മടങ്ങി. പക്ഷേ അന്ന് എനിക്ക് I remember it was, I think it was PH Kurian was then the either KSIDC MD or industry secretary or something. What he says is they came, the discussions were held, there was a hartal. There was no big deal about it. So they had the meeting, and then Kurian called Jose Dominic, who was that time Cochin Chamber of Commerce and the president, and told him the BMW team expressed avarku oru ആഗ്രഹം, അവർക്ക് ബൈ റോഡ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരണം. അവർ പോകുന്നിടത്തെല്ലാം അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട് അവർക്ക്. ദേ വോണ്ട് ടു സീ ദ പ്ലേസ്. ആൻഡ് അവരുടെ റിട്ടേൺ ടിക്കറ്റ് കൊച്ചിയിൽ നിന്നാണ് അവർ ബുക്ക് ചെയ്തത്. അത് രാത്രിയായിരുന്നു. അപ്പം കുര്യൻ ജോസിനടുത്ത് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളൊരു ഡിന്നറൊക്കെ ഒന്ന് കുറച്ച് ചേംബർ ഓഫ് കോമേഴ്സ് മെമ്പേഴ്സുമായിട്ടൊക്കെ ഉള്ളൊരു
ഒരു ചർച്ചയും കൂടെ ആവും, ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഗെറ്റ് സോ വെൻ ദാറ്റ് ഡിസ്കഷൻ ഹാപ്പൻഡ്, അപ്പോഴാണ് ജോസ് ഇങ്ങനെ ഒരു കുറച്ച് ആങ്ഷ്യസ് ആയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ലാൻഡ് ചെയ്തപ്പോൾ ഈ മറ്റേ ഹർത്താലൊക്കെ നിങ്ങൾ വല്ലാതെ വിഷമിച്ച് കാണും. അപ്പോഴാണ് ദറ്റ് ഡെലിഗേഷൻ ലീഡർ സെഡ്, ഐ ബിലീവ് ഇറ്റ് വാസ് എ ലേഡി, ഐ എം നോട്ട് ഷുവർ, അവർ പറഞ്ഞത്ര, മിസ്റ്റർ ഡൊമിനിക്, വി ആർ BMW. ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾ, ഹാർഡ്ലി എനിത്തിങ് വിച്ച് വി ഹാവ് നോട്ട് സീൻ ഈ ലോകത്ത്. 100 രാജ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആഗോള ഓട്ടോമൊബൈൽ ഭീമൻ. And you are telling us about this hartal, which actually what they frankly considered was a pure democratic exercise where there was no violence, nothing. Some people stay away from work and some like a strike. So it's nothing. Then the next thing she said was, ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് 50 ട്രക്ക് പുറപ്പെട്ടാൽ 45 എണ്ണം പോർട്ടിലെത്തിയാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അങ്ങനത്തെ രാജ്യങ്ങൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട്, നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കേരളത്തിൽ ഒരു ഫാക്ടറി അഥവാ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ 50 ട്രക്ക് പുറപ്പെട്ടാൽ 50 ട്രക്ക് പോർട്ടിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾക്ക്. Why should we have any doubt? So she said, this is nothing. പിന്നെ പറഞ്ഞു, ഞങ്ങൾ 200 കിലോമീറ്റർ ബൈ റോഡ് വന്നു. ഞങ്ങൾ വി ആർ ട്രെയിൻ ടു ഒബ്സർവ് ബിക്കോസ് ദാറ്റ്സ് അവർ ബിസിനസ്. ഞങ്ങൾ നോട്ട് ചെയ്തു, ബെയർഫുട്ടായിട്ട് ഒരാളിനെ പോലും ഞങ്ങൾ കണ്ടില്ല ഈ 200 കിലോമീറ്റർ. ഇങ്ങനെ റോഡിൽ കിടക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ടായിട്ട് യാചിച്ച് കൊണ്ടിരിക്കുന്ന ഒരാളിനെ പോലും ഞങ്ങൾ കണ്ടില്ല. എവറിബഡി സീംഡ് പ്രോപ്പർലി ഡ്രസ്ഡ് ആൻഡ് ഗോയിങ് അബൌട്ട് ദെയർ ബിസിനസ്. ഇത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്, ബിക്കോസ് ദിസ് ഈസ് അൺയൂഷ്വൽ ഇൻ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേർ ദീസ് ആർ വെരി കോമൺ സൈറ്റ്സ്. So he said, so obviously people they seem to have something to do, they have somebody looking after them, they have means to buy footwear and clothes and all that, and they are obviously able to eat. So all this is taken, are not worries here. Which destitution എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണെന്ന് ഒരു. Then she said, we are sitting in one of the obviously very expensive restaurant. അവർ മെനു കാർഡ് എടുത്തിട്ട് പറഞ്ഞ്, ഇത് ഓരോ ഐറ്റത്തിനും ഇവിടെ 400-500 രൂപയൊക്കെയാണ് ഒരു സൂപ്പിനും ഒക്കെ. എന്നിട്ടും ദ റെസ്റ്റോറൻറ്റ് ഇസ് ഫുൾ, ഓൾമോസ്റ്റ് ഫുൾ. ആൻഡ് 75% ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ നാട്ടുകാരാണ്, അല്ലാതെ ടൂറിസ്റ്റ് അല്ല. വിച്ച് മീൻസ് ദർ ഇസ് എ പ്രോസ്പറസ് ലോക്കൽ ബിസിനസ് കമ്മ്യൂണിറ്റി ഹിയർ who can afford this. So that's also a very encouraging sign for us, because we are uncomfortable operating in places where there is no active business community. Means അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഞങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ we always treat that. So then she said, see, so many of the boxes we tick off here we are very impressed by what we see, but we need 1,000 acres next to your port. Can you give us 1 acre next to your port? You cannot. 1,000 acres അവിടെ കൊച്ചി പോർട്ടിൻ്റെ അടുത്ത് 1000 acre വേണം. You cannot give it because yours is that kind of place. Your state is like Taiwan or like South Korea or something. Land is extremely scarce. It's a highly densely populated place. So it's unsuitable for our kind of factory. We will need to go to a place where we can get that 1,000 acres of land within, say, half an hour drive of a port. And that's what they finally went and chose somewhere in the...
reason. That was the main reason. They said the kind of land which is, that's what they indicated. They didn't say it as a decision. They just said, because അവർ തിരിച്ചു പോയി അവരുടെ ബോർഡ് ആയിരിക്കുമല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. അവർ പറഞ്ഞു വൺ ബിഗ് നെഗറ്റീവ് ഫീച്ചർ ഞങ്ങളിവിടെ കാണുന്നത് is that you don't have that kind of single big plot of land, vacant land where we can set up a automobile factory of global scale. അത് നിങ്ങൾക്ക് ഇല്ല.